ഹായ് ഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വെയിലടിക്കുന്ന മൂലം നമ്മുടെ മുഖത്ത് മെയിനായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഈ സൺ ടാൻ. അതിൻ്റെ ഒപ്പം തന്നെ ഫേസിലുണ്ടാവുന്ന ഡിസ്കളറേഷൻ, കറുത്ത പാടുകൾ, കറുത്ത വരകൾ, കറുത്ത കുത്തുകൾ ഇതൊക്കെ കണ്ടുവരാറുണ്ട്. കൂടാതെ തന്നെ വെയിൽ ശക്തിയായിട്ട് നമ്മുടെ മുഖത്തടിക്കുമ്പോൾ ഇപ്പം ചെറുപ്പം കുട്ടികളിൽ തന്നെ മുഖം ഇപ്പം ചുളിഞ്ഞ് വരാറുണ്ട്. അപ്പം അതിന് വേണ്ടി അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പലതരം ഹോം റെമഡീസ് നമ്മൾ വീട്ടിൽ ട്രൈ ചെയ്യാറുണ്ട്. അപ്പം അത്തരത്തിൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഹോം റെമഡിയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന സൺ ടാന്, കറുത്ത പാടുകൾ, കറുത്ത കുത്തുകൾ, അതുപോലെ തന്നെ കറുത്ത ചുളിവുകൾ ഇതൊക്കെ മാറിയിട്ട് നമ്മുടെ മുഖം നല്ലപോലെ നിറം വയ്ക്കാനും ഈ ചുളിവുകളൊക്കെ മാറിയിട്ട് നമ്മുടെ മുഖം നല്ല ടൈറ്റൻ ആക്കാനും ഓപ്പൺ പോർസ് ഒക്കെ പോവാനും ഫേസ് ഒന്ന് നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കാനും ഗ്ലോ ആവാനും അതുപോലെ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കാനും പറ്റിയൊരു ഹോം റെമഡിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. അപ്പം വീട്ടിലേക്ക് കിടക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ എന്നെ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പം വീട്ടിലേക്ക് കിടന്നാലോ. അപ്പോൾ ഈ പാക്ക് ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് മസൂർ ദാലാണ്. അപ്പോൾ ഒരു സ്പൂൺ മസൂർ ദാൽ ഞാൻ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഫേസിൽ എണ്ണമയം കുറയ്ക്കാനും അതുവഴി നമ്മുടെ മുഖക്കുരു ഒന്ന് കുറയ്ക്കാനും ഫേസിലത്തെ വീക്കം കുറച്ച് നമ്മുടെ ഫേസ് ഒന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും ബ്രൈറ്റ് ആയിട്ടിരിക്കാനും മസൂർ ദാൽ നല്ലതാട്ടോ. കൂടാതെ നമ്മുടെ മുഖത്തുണ്ടാണ് പാടുകളൊക്കെ മാറാൻ മസൂർ ദാൽ സഹായിക്കും കേട്ടോ. അപ്പം ഇനി അടുത്തായിട്ട് വേണ്ടത് കടലമാവാണ്. കടലമാവിട്ട് നമുക്കറിയാലോ നമ്മുടെ മുഖം നല്ലപോലെ ക്ലെൻസ് ചെയ്യാനും മുഖത്ത് എണ്ണമയം കളയാനും മുഖത്തുണ്ടായിട്ടുള്ള അഴുക്ക്, ഡേർട്ട് ഇതൊക്കെ പോയിട്ട് മുഖം നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കാനും ലൈറ്റനായിട്ടിരിക്കാനും കടലമാവ് നല്ലതാട്ടോ. ഇനി അടുത്തായിട്ട് വേണ്ടത് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ നമ്മുടെ മുഖത്തെ ഡ്രൈ സ്കിൻ മാറാനും മുഖം നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനും ഗ്ലിസറിൻ നല്ലതാട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഓപ്പൺ പോർസ് ഒക്കെ ഒന്ന് ടൈറ്റൻ ആക്കാനും ഗ്ലിസറിൻ നല്ലതാട്ടോ. ഇത് മിക്സ് ചെയ്യാൻ ഞാൻ ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയുടെ പൾപ്പാട്ട്. ഇത് ഞാൻ മിക്സിയിൽ അടിച്ചതാണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം പാക്കോട് റെഡി ആയിട്ട് ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വന്ന് നിൽക്കണം. ഞാൻ ഫേസ് ഫുള്ളായിട്ട് ഡ്രൈ ആക്കിയിട്ടില്ല. വെറ്റായിട്ടുള്ള ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴാട്ടോ നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടാം. അപ്പോൾ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് മസാജ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ എന്തിനാണ് മസാജ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ പോർസിലെ അഴുക്കൊക്കെ പോകാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസിലെ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ പോകാനും നമ്മുടെ മൂക്കിൻ്റെ ഈ സൈഡിലത്തെയും അതുപോലെ തന്നെ ചുണ്ടിൻ്റെ അടിയത്തെയും ഇവിടത്തെയുള്ള ബ്ലാക്ക് ഹെഡ്സൊക്കെ മാറി നമ്മുടെ ഫേസിന് നല്ല സ്മൂത്ത് ആക്കാൻ ഇങ്ങനെ മസാജ് ചെയ്യുന്നത് നല്ലതാട്ടോ. ഇത് ഫേസിൽ നല്ല കട്ടിക്കാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു 15-20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇത് ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് തരാം കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ട് എൻ്റെ ഫേസിലുണ്ടായ ആ ഒരു ചേഞ്ച്. എൻ്റെ മുഖത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്ന ആ ഒരു കരുവാളിപ്പും ആ ഒരു സൺ ടാൻ ഇതൊക്കെ മാറിയിട്ട് ഫേസ് ഇപ്പോൾ നല്ലപോലെ ബ്രൈറ്റ് ആയിട്ടുണ്ട്. അതുപോലെ നല്ല നല്ല നിറം വെച്ചിട്ടുണ്ട്, നല്ല ഗ്ലോയും ഉണ്ട് ഫേസ് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ടുള്ള റെമഡീസ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നേക്കണം. പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റും. ഈ ഒരു പാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് ആഴ്ചയിൽ 3-4 വട്ടം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ട്രൈ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ ഫേസിലെ സൺ ടാൻ, കരുവാളിപ്പ്, അതുപോലെ തന്നെ കറുത്ത കുത്തുകൾ, കറുത്ത വരകൾ, ഓപ്പൺ പോർസ് ഇതൊക്കെ പൂർണ്ണമായിട്ട് മാറാനും നമ്മുടെ മുഖം നല്ലപോലെ നിറം വയ്ക്കാനും ഗ്ലോ ആവാനും സ്മൂത്ത് ആവാനും പറ്റിയൊരു ഹെൽപ്ഫുൾ അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താ കിട്ടണമെന്ന് വെച്ചാൽ അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ അറിയണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതിലായിരിക്കും ടാറ്റാ.